ജില്ലാ വാർത്തകളിലേക്ക്. കാസർഗോഡ് ചിറ്റാരിക്കാൽ സബ് ജില്ലാ കലോത്സവത്തിൽ നിർബന്ധിത പിരിവ്. ലോഡ്ജ് ഉടമയ്ക്ക് നേരെ ആക്രമണവും വധഭീഷണി മുഴക്കിയതായും പരാതി ഉയർന്നു. കോൺഗ്രസ് നേതാവ് റോഷി ജോസ് ആണ് ഭീഷണി മുഴക്കിയത്. ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നും സംരംഭം നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി. ജോസഫ്, എന്താണ് ഈ ഒരു സംഭവം? ഈ രാഷ്ട്രീയ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നൊരു നടപടിയല്ലേ ശരിക്കും ഇത് ജോസഫ്? കാളിദാസ്, ഒക്ടോബർ 15-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കാസർഗോഡ് ചിറ്റാരിക്കൽ സബ് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതാവും അധ്യാപകനുമായ റോഷി ജോസ് വിവിധയിടങ്ങളിൽ പണപ്പിരിവ് നടത്തിയത്. ഈ പണപ്പിരിവിനിടെ കുണ്ടംതടത്ത് സ്ഥിതി ചെയ്യുന്ന, അതായത് ചെറുപുഴ പഞ്ചായത്തിൽ, കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽ കുണ്ടംതടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ലോഡ്ജിലെത്തുകയും 10,000 രൂപ നിർബന്ധപൂർവ്വം തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് സംരംഭകൻ വ്യക്തമാക്കിയത് ഈ ഒരു ഘട്ടത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതിനാൽ 10,000 രൂപ തരാൻ സാധിക്കില്ല, 1000 രൂപയെ തരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള റോഷി ജോസ് വലിയ രീതിയിൽ ഈ ഉടമയ്ക്കെതിരെ, സംരംഭകനെതിരെ ഭീഷണി മുഴക്കിയത്. നിന്നെ ഞാൻ നശിപ്പിച്ചു കളയും, നിന്റെ സംരംഭം ഇല്ലാണ്ടാക്കും, കോൺഗ്രസ് UDF ഈ ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരും, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ ഇല്ലാതാക്കുമെന്ന് നിരന്തരമായി ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇയാൾ ഇപ്പോൾ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ നിരന്തരമായി ഭീഷണിപ്പെടുത്തു എന്നാണ് ഈ ഉടമയുടെ പ്രധാനമായും പരാതി വന്നിരിക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം ഇയാൾ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. കാണുക. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ചിറ്റാരിക്കൽ സബ് ജില്ലാ കലോത്സവത്തിൽ നിർബന്ധിത പിരിവ് ഉണ്ടായിരിക്കുന്നു. ആ ലോഡ്ജ് ഉടമയ്ക്ക് നേരെ ആക്രമണവും വധഭീഷണിയും മുഴക്കിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് റോഷി ജോസ്. ഇതിനെ സംബന്ധിച്ചൊരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നു. ആ പ്രതികരണം ഒന്ന് കാണാം. കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി എൻ്റെ കുണ്ടനിടത്തുള്ള ഒരു സ്ഥാപനത്തില് പാലാവേൽ സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് 3 അധ്യാപകർ, റോഷി മാഷ് അടക്കമുള്ള 3 അധ്യാപകർ അവിടെ വരികയും അവരെന്നോട് ഒരു 10,000 രൂപ സംഭാവന ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, വരുമാനമൊന്നും ആയിട്ടില്ല, ഒരു മാസം എനിക്ക് 7,500 രൂപയാണ് കിട്ടിയിരിക്കുന്നത്, 2 സ്റ്റാഫിനായിട്ട് 30,000 രൂപ എനിക്ക് ചെലവുണ്ട്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ പോകുന്നത്, എനിക്ക് അത്രയും രൂപ തരാനില്ല, ഞാനൊരു 1000 രൂപ തരാമെന്ന്. അപ്പം അവരാദ്യം അത് നിർബന്ധിച്ചു. പിന്നീട് ഞാൻ തരുകയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റോഷി മാഷ് 2,000 രൂപയുടെ ഒരു രസീത് എനിക്ക് എഴുതും, 2 കൂപ്പൺ മുറിച്ചെനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 1000 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞാൽ 1000 രൂപ കൊടുത്തു. ബാക്കി 1000 രൂപയുടെ കൂപ്പൺ തിരിച്ചു കൊടുക്കും. റോഷി മാഷ് പെട്ടെന്ന് എന്നെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും, നീ കോഴിച്ചാലിലുള്ളവരല്ലേ, നീ കോഴിച്ചാലിലേക്ക് വാ, അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഗുണ്ടായസം കളിക്കേണ്ടവർക്ക് ഗുണ്ടായസം ഞങ്ങൾ കളിച്ചിരിക്കും എന്നും പറഞ്ഞ് താഴോട്ടിറങ്ങി വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു. എന്നെ മാന്യത പഠിപ്പിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കൊരു കാണുകയും ചെയ്യും, നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോവുകയും ചെയ്യും. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം, നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. എന്റെ നമ്മള് നീ കുറിച്ച് വെച്ചോ, നീ ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞു, ഈ നല്ല ദിവസം നീ കുറിച്ച് വെച്ചോ, നീ ഇതിനെ അനുഭവിച്ചു എന്നാ കാര്യങ്ങൾ പറഞ്ഞോ, അത് അനുഭവിക്കും. നീ അനുഭവിച്ചോ.